സാർ, ഈ മോസ്കുകളിൽ ജയ് ശ്രീറാം വിളിക്കുന്നത് ശരിയാണ്? അതൊരു നേരായ നടപടിയല്ലല്ലോ അത്തരത്തിൽ ചെയ്ത്. ഇപ്പം അമ്പലങ്ങളിൽ വന്ന് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കൂ? ഹിന്ദുക്കൾ, നമ്മൾ ഉദ്ദേശിച്ചത് ഹിന്ദുക്കളായവർ. അപ്പോൾ ഈ മോസ്കുകളിൽ ചെന്ന് ഇങ്ങനെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതിന് അതൊരു ലോജിക്കുള്ള കാര്യമാണോ? കർണാടകയിൽ വിളിച്ചതിനെ കുറിച്ചാണോ പറയുന്നത്? കർണാടക ഹൈക്കോടതി പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് സെപ്റ്റംബർ 13 ആ കേസ് റദ്ദാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയോ, അതിൻ്റെ എതിരെ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ അതിൻ്റെ ഈ പള്ളിയുടെ കെയർടേക്കറായ ഹൈദർ അലി എന്ന് പറയുന്ന ഒരാൾ സുപ്രീം കോടതി പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും സന്ദീപ് മേത്തയും ഉൾപ്പെടുന്ന ബെഞ്ചാണ് പരിഗണിച്ചത്. എന്നിട്ട് സുപ്രീം കോടതി ചോദിച്ചു, ജയ് ശ്രീറാം വിളിച്ചാൽ എന്താ കുഴപ്പം? സുപ്രീം കോടതിയാണ് ചോദിച്ചത്. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നത് ജയ് ശ്രീറാം വിളിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു പ്രത്യേക മതത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് പറയുന്നു. ശരി, അതെങ്ങനെ കുറ്റമാകും? ഒരു പ്രത്യേക മതത്തിൻ്റെ മുദ്രാവാക്യം വേറെ ഒരു ആരാധനാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് ആരെങ്കിലും ഉച്ചരിച്ചാൽ ജയ് ശ്രീറാം എന്ന് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്തോടെ പോകുമ്പോൾ ജയ് ശ്രീറാം, അതിന് പള്ളിമുറ്റത്തൂടെ കയറി പോവുക, അറിയാതെ ജയ് ശ്രീറാം എന്ന് പറയുന്നു. നമുക്ക് കേൾക്കുമ്പോൾ ഒരു അസ്വാഭാവികത തോന്നാം. പക്ഷെ വടക്കേ ഇന്ത്യക്കാർ അവരുടെ ഒരു സാധാരണ നമ്മൾ നമസ്തേ പറയുന്ന പോലെ വടക്കേ ഇന്ത്യക്കാർ പറയുന്നതെന്നറിയാം, കാണുമ്പോൾ റാം എന്നാണ് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ അഭിവാദ്യം ചെയ്യുന്നത് അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാം എന്നൊക്കെ ഇവർ പറയുന്നത് പോലെ ഹിന്ദുക്കൾ പറയുന്നത് റാം എന്നാണ്. അത് റാം എന്ന് ശ്രീരാമനെ വിളിക്കുകയാണ്. എന്നിട്ട് അവർ മാഷാ അള്ളാ എന്നൊക്കെ പറയത്തില്ലേ പണ്ട്? മാഷാ അള്ളാ എന്ന് മറ്റേ വണ്ടിയുടെ പുറകിലൊട്ടിച്ച് സ്റ്റിക്കറാണല്ലേ, ടി.പി. ചന്ദ്രശേഖരൊക്കെ വന്നിട്ട് അവിടെ ജയ് ശ്രീറാം എന്ന് പറയാറുണ്ട്. രണ്ടുപേരുടെ സാധാരണ സംഭാഷണം, മുദ്രാവാക്യമല്ല, രണ്ടുപേരും ഒന്മി കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറയാറുണ്ട്. നോർത്ത് ഇന്ത്യക്കാർക്ക് വളരെ സാധാരണമായ ഒരു പദമാണ് റാം എന്ന് പറയുന്നു, ജയ് ശ്രീറാം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതര മതസ്ഥൻ്റെ ഒരു ആരാധനാലയത്തിൽ പറഞ്ഞാൽ എങ്ങനെ വർഗീയ കലാപം ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാനത് കുറച്ചുകൂടെ ഒന്ന് പച്ചയ്ക്ക് തെളിച്ച് പറയാം. ധന്യയുടെ വഴിയിൽ ഒരു മോസ്ക് ഉണ്ട്, മസ്ജിദിലെ ആളാണ് ധന്യ. ഞാൻ അവിടെ വരുന്നു, അവിടെ നിന്നിട്ട് ഞാൻ ജയ് ശ്രീറാം എന്ന് വിളിച്ചു. എങ്ങനെ വർഗീയ കലാപം ഉണ്ടാവും? നീ ആരാടാ ഞങ്ങളുടെ പറമ്പിൽ കയറി ജയ് ശ്രീറാം വിളിച്ചതെന്ന് പറഞ്ഞ് ധന്യ മുണ്ടും മടക്കി കുത്തി എന്നെ വന്ന് അടിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ തിരിച്ചടിക്കും. അപ്പോൾ പിന്നെ എൻ്റെ ആളുകളും നിങ്ങളുടെ ആളുകളും വരും. അപ്പോൾ എന്തുണ്ടാവും? കലാപം ഉണ്ടാവും. അപ്പോൾ കലാപം എങ്ങനെയാണ് ഉണ്ടായത്? ഒരാൾ ആ മസ്ജിദിൻ്റെ ഭാഗത്തൂടെ പോയപ്പോൾ പാവപ്പെട്ട ഞാൻ ജയ് ശ്രീറാം എന്നൊന്ന് പറഞ്ഞപ്പോൾ കലാപം ഉണ്ടായില്ല. എപ്പോൾ കലാപം ഉണ്ടായി? ധന്യ മുണ്ടും മടക്കി കുത്തി എന്നെ അടിക്കാൻ വന്ന് അടിച്ചപ്പോൾ. അപ്പോൾ ജയ് ശ്രീറാം വിളിച്ചതാണോ കലാപത്തിന് കാരണം? പിന്നെന്താണ്? അതിൽ പ്രകോപിതയായി ധന്യ എന്നെ വന്നിട്ട് ജയ് ശ്രീറാം വിളിച്ച ആളെ അടിക്കുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത്, അല്ലേ? രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ഉണ്ടാകത്തുള്ളൂ. അല്ല അതിന് ജയ് ശ്രീറാമിനെ കുറ്റം പറയാമോ? അല്ല. പിന്നെന്താണ്? ധന്യയുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നമായത്. ഇനി നമ്മൾ നോക്കൂ, നെടുമ്പാശ്ശേരി എയർപോർട്ട്, ധന്യ ഇത്തവണ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഫ്ലൈറ്റിനാണെന്ന് തീരുമാനിച്ചു. അവിടെ നിന്നിട്ട് ധന്യ 2 പ്രാവശ്യം ജയ് ശ്രീറാം എന്ന് 2 പ്രാവശ്യം ഒന്ന് വിളിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? ധന്യ ടിക്കറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരം ഫ്ലൈറ്റിന് കയറി ട്രിവാൻഡ്രത്ത് ഇറങ്ങും. അതേസമയം ധന്യ അവിടെ നിന്നിട്ട് ആ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ നിന്ന് അല്ലാഹു അക്ബർ എന്ന് 2 പ്രാവശ്യം ഒന്ന് വിളിച്ചേ. എന്ത് കാര്യം? എന്താ കാര്യം? ഇത് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമല്ല. ഞാൻ കൊച്ചി പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാം അനുകൂലമായ നിലപാടെടുക്കുന്ന ഭരണകൂടവും ജനസാമാന്യവും ഉള്ള സ്ഥലമാണ് കേരളം. കേരളത്തിലെ എയർപോർട്ടിൽ നിങ്ങൾക്ക് പോയി അല്ലാഹു അക്ബർ വിളിക്കാമോ, ജയ് ശ്രീറാം വിളിക്കാമോ? രണ്ടും വിളിച്ചാൽ ഏതാണ്? അല്ലാഹു അക്ബർ ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ ആരും ഓടത്തില്ല. നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഇരുന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് എയർപോർട്ടിൽ വിളിച്ചാൽ ജനം ഓടും. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു. അതേസമയം നിങ്ങൾ വിദേശത്തെ ഏതെങ്കിലും എയർപോർട്ടിലാണെങ്കിൽ, അമേരിക്കൻ എയർപോർട്ടിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന ഓർമ്മയുള്ളൂ, ഉണ്ട കയറും, വെടിവെക്ക് വരും. എന്താ കാര്യം? ഇത് വല്ലാത്തൊരു ഭീതിയുണ്ട്. ഇതിനെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. കാരണം വല്ലാത്ത ഭയം. അല്ലാഹു അക്ബർ എന്ന് കണ്ടിട്ടുള്ളത് IS ഭീകരന്മാർ കഴുത്തിറക്കുമ്പോൾ അല്ലാഹു അക്ബർ വിളിക്കാറുണ്ട്, അല്ലേ? അത് കണ്ടിട്ടുണ്ട്. നേരത്തെ കാണായിരുന്നു, ബ്രിട്ടീഷ് പൗരന്മാരെയൊക്കെ വിളിച്ചിട്ട് പുറയിൽ നിന്ന് ഇങ്ങനെ വന്ന് കഴുത്തിങ്ങനെ കോഴിയുടെ അറക്കുന്ന പോലെ കത്തി കൊണ്ട് അറക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അന്നേരമൊക്കെ അല്ലാഹു അക്ബർ വിളിക്കുന്നുണ്ട്. ലോകത്ത് പലയിടത്തും കൂട്ടക്കൊല നടത്തിയിട്ട് അല്ലാഹു അക്ബർ വിളിക്കുന്ന ഭീകരവാദികളെ കണ്ടിട്ടുണ്ട്. അത് ഈ മഹാഭൂരിപക്ഷം വരുന്ന, ഇപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഭീകരവാദികൾ കേരളത്തിലെ മുസ്ലിങ്ങളിലെ മൈനോറിറ്റിയാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP യും.
അവർ ഭീകരവാദികളാണ്, ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഭീകരവാദികളല്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞ് ശരിയാണ്. മുസ്ലിം മതത്തിലെ ഒരു ന്യൂനപക്ഷമാണ് ഇപ്പോഴും തീവ്രവാദികൾ. ഒരു തർക്കവും ലോകത്തെല്ലായിടത്തും അങ്ങനെ. അല്ലെങ്കിൽ ലോകത്തുള്ള കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ തീവ്രവാദി അവരെല്ലാം കൂടെ ഭീകരപ്രവർത്തനം നടത്താൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അവരവരുടെ ജോലി ചെയ്ത് മര്യാദയ്ക്ക് സമാധാനപരമായിട്ട് ജീവിക്കുകയാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും. പക്ഷേ നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ എവിടെയെങ്കിലും പോയി തോന്നിയാസം കാണിക്കും, ഒരാളായിരിക്കും ചെയ്തത്, എന്നിട്ട് പറയാം ഓട്ടോക്കാർ മൊത്തം ഇങ്ങനെയെന്ന് പറയുന്നത് പോലെ. അങ്ങനെയല്ല, എല്ലാ ഓട്ടോക്കാരും അങ്ങനെയല്ല, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല. പിന്നെ ഈ മുസ്ലിങ്ങളെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നൊരു പരാതി എന്താ അറിയോ? മുസ്ലിങ്ങൾ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ തെമ്മാടിത്തരം കാണിച്ചാൽ ബാക്കി ഓട്ടോറിക്ഷക്കാർ അവൻ പോക്കത്തരം കാണിച്ചാൽ അവർ രണ്ടെണ്ണം കിട്ടേണ്ടതാണ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ന്യൂനപക്ഷം ചെയ്യുന്ന അക്രമങ്ങളെ തള്ളി പറയുന്നില്ല എന്നൊരു പരാതി പൊതുസമൂഹത്തിന് ഇതര സമുദായങ്ങൾക്കുണ്ട്. അതവർ പറയുന്നില്ല. അത് മറ്റുള്ളവർ പറയുന്നത് അത് അവരുടെ ഒരു തക്കിയാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ്, ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ തള്ളിപ്പറയത്തില്ല എന്നുള്ള അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണെന്നാണ് എതിർ വിഭാഗങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രമല്ല, ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഭീകരവാദികളെ ഭയന്നിട്ടായിരിക്കാം സാധുക്കളായ മറ്റു മുസ്ലിങ്ങൾ ഇതിനെയൊന്നും തള്ളിപ്പറയാത്തത്. അങ്ങനെയും വരാമല്ലോ, അങ്ങനെയും വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ജയ് ശ്രീറാം വിളിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ഭീകരപ്രവർത്തനം ആണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. അത് പരിഗണിച്ചിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞ് ജയ് ശ്രീറാം വിളിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ജയ് ശ്രീറാം വിളിച്ചാൽ കുഴപ്പമില്ല, അല്ലാഹു അക്ബർ വിളിച്ചാൽ കുഴപ്പമാണ്. ഇനി ചില ആളുകൾ ടി വി ചർച്ചയിലൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നില്ലേ? സ്ഫോടനം നടന്നിട്ട് 5-6 പേര് മരിച്ചു. അവസാനം മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു. അന്നത്തെ ദിവസം ചാനൽ ചർച്ചകളിൽ പ്രധാനപ്പെട്ട മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ പേരൊന്നും പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളുമാണ്. അദ്ദേഹം പറയുകയാണ്, രാവിലെ ഈ വാർത്ത കേട്ടത് മുതൽ ഞാൻ ഭയചകിതനായിരിക്കുകയായിരുന്നു. ഇത് മുസ്ലിമിൻ്റെ തലയിൽ വരും. മറ്റേ ഇസ്രായേലിലേക്കുള്ള ഹമാസിൻ്റെ ആക്രമണം നടന്ന ഉടനെയാണ് യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിലാണ് ബോംബ് പൊട്ടിയത്. അത് മിക്കവാറും ഒരു മുസ്ലിമാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നോർത്ത് ഞാൻ ഭയന്ന് വറച്ചിരിക്കുകയായിരുന്നു. അവസാനം ഒരു മാർട്ടിനെ പിടിച്ചപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അതിനകത്തൊരു കുഴപ്പമുണ്ട്. അതായത് എൻ്റെ മകൻ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവൻ ബസ്സിൽ കയറി എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആലുവയ്ക്ക് പോകാനായിട്ട് പോയതാണ് സങ്കല്പിക്കുക. കുറച്ച് കഴിഞ്ഞ ഒരാൾ പറയുന്നു, എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോയ ബസ്സിൽ പോക്കറ്റ് അടിച്ച ഒരു ചെറുപ്പക്കാരനെ പിടികൂടി എന്ന് കേട്ടാൽ എനിക്ക് ടെൻഷനൊന്നും വരത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ മകൻ പോക്കറ്റ് അടിക്കില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകത്തില്ല, എനിക്കും ഉണ്ടാകത്തില്ല. അതേസമയം വാർത്ത കേട്ട ഉടനെ ഞാൻ ടെൻഷൻ അടിച്ച് തേരാപ്പാര വെറുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ എന്താ കാര്യം? എൻ്റെ മകന് ഈ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അവനെ പിടിച്ചോ, തലവേദനയായില്ലോ ദൈവമേ, ഇനി ഞാൻ ഇറക്കാൻ നടക്കണമല്ലോ എന്ന ആശങ്കയാണ്. എന്ന് പറയുന്നത് പോലെ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ അതൊരു മുസ്ലിം ആവല്ലേ എന്ന് ഈ പറഞ്ഞ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യ വ്യക്തി പറഞ്ഞുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം പൊതുവിലുള്ളത് ആർക്കാണ്? ഇത് ആരുണ്ടാക്കി വെച്ച സാധനം? ഇത് സമൂഹമല്ല, ഇവരുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്, അല്ലേ? ഇതാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളാരും ഉണ്ടാക്കിയതില്ല. ഇവരിലെ ഒരു മൈനോറിറ്റിയായ ഭീകരവാദികളായ ഭീകര സ്വഭാവമുള്ള ആളുകൾ അവരുടെ ചെയ്തികളിലൂടെയാണ് സമൂഹത്തിലെ ഭൂരിപക്ഷത്തിലേക്ക് ഈ ഭയം എത്തിച്ചത്. ഇസ്ലാമോഫോബിയ ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല, ഉണ്ട്. അതുപോലെ ഹിന്ദു ഫോബിയ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു ചാനലിലായിരുന്നു, ഒരു പ്രശസ്തമായ ഇപ്പോൾ ഇല്ലാത്തൊരു ചാനലിലെ റിപ്പോർട്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ മാധ്യമ മേഖലയിലേക്ക് മാറിയത്. അവിടെ പണിയെടുക്കുമ്പോൾ ശമ്പളം കാശായിട്ടാണ് കിട്ടുന്നത്, നോട്ടായിട്ട് കിട്ടും, കവറിലിട്ടിട്ടും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിന് നോട്ടായിട്ട് പണം കിട്ടി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഈ പണം ബാങ്കിലിടാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീടിനടുത്ത് തൊട്ടടുത്ത് ഒരു മുസ്ലിം സ്ത്രീയുണ്ട്. മുസ്ലിം സ്ത്രീകൾ 10-12 മക്കളുള്ള പ്രായം ചെന്നൊരു മുസ്ലിം സ്ത്രീ. അവർ ചോദിച്ചു, മക്കളെ ഇജ്ജ് എവിടെ പോവാന്ന് ചോദിച്ചു. സ്നേഹത്തോടെ, വലിയ സ്നേഹമാണ്, മകനെപ്പോലെയാണ് ഈ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. അപ്പോൾ പറഞ്ഞു, ഉമ്മ ഞാനേ കുറച്ച് പൈസ ഉണ്ട്, അത് ബാങ്കിലിടാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കിൽ കൊണ്ടുവിട്ടു. അന്ന് വൈകുന്നേരം ഒരു സംഭവം നടന്നു. വൈകുന്നേരം രാത്രി 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി മേരാ പ്യാരാ ദേശവാസിയോ എന്ന് പറഞ്ഞൊരു പ്രസംഗം നടത്തിയിട്ട് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടൊക്കെ നിരോധിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഞാനിപ്പോൾ പറയാൻ കാരണം അറിയാം. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഈ മാധ്യമ സുഹൃത്ത്
ഒരു യോഗത്തിൽ പറഞ്ഞതാണ്, പറയുകയാണ് പിറ്റേ ദിവസം ഈ അമ്മൂമ്മ ഇന്നലെ വരെ മക്കളെ ഇജ്ജെവിടെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് മകനെ പോലെ സ്നേഹിച്ച സ്ത്രീ ഭയങ്കര ശത്രുതയോടെ ഇവനെ നോക്കുന്നു. അത് ശരി, നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നല്ലേ നോട്ട് നിരോധിക്കുമെന്ന്? നിങ്ങളുടെ സർക്കാരല്ലേ, നിങ്ങൾ ഹിന്ദുക്കളോടെല്ലാം പറഞ്ഞു നോട്ട് നിരോധിക്കും, അതുകൊണ്ടല്ലേ നീ ഇതിനെ കൊണ്ട് കാശിട്ടത്? ഞങ്ങളുടെയൊക്കെ കാശ് പോയി, ഇനി മാറാൻ പറ്റൂല. ഇതാണ് ഹിന്ദു ഫോബിയ. അങ്ങനെ ഹിന്ദു ഫോബിയ ഉണ്ടായി വരുന്നുണ്ട്. ഹിന്ദുക്കൾ വല്ലതും ചെയ്തിട്ടാണോ? അല്ല. ഈ ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തനം എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ അമ്മൂമ്മ അവനോട് ദേഷ്യപ്പെട്ടത്, അവനോട് പണങ്ങിയത്? അവർ ധരിക്കുന്നതാണ് ഇങ്ങനെ ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരാശങ്കയിലാണ് ഇത് ഇങ്ങനെ പെരുമാറി. അതിനെ വേണം ഹിന്ദു ഫോബിയ എന്ന് പറയും. ഹിന്ദുക്കൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇസ്ലാമോഫോബിയ അങ്ങനെയല്ല. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ ചെയ്തിട്ടുള്ള ചെയ്തികൾ വെച്ച് ഒരു ജനസാമാന്യത്തെ തെറ്റായോ ശരിയായോ ആളുകൾ ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത്. ഇപ്പം നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ജർമ്മനിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല, ആളുകൾക്ക് പേടിയായിപ്പോയി. അങ്ങനെ വല്ലാത്തൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. ഈ ഭയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മോസ്കിൽ പോയി അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഒരു തർക്കമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ധന്യ പറഞ്ഞത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു ലോ ആൻഡ് ഇഷ്യൂ ഉണ്ടാക്കാനും ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ വിശ്വാസത്തെ ഹനിക്കാനും വേണ്ടി തന്നെയുള്ള പ്രവൃത്തിയാണ്. എന്തിനാണെന്ന് പള്ളിയിൽ പോയി മോസ്കിൽ പോയിട്ട് അള്ളാഹു ജയ് ശ്രീറാം വിളിക്കുന്നത്? അമ്പലത്തിൽ പോയി എന്തിനാണ് അള്ളാഹു അക്ബർ വിളിക്കുന്നത്? അത് അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ. മറ്റ് സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞൊന്നും തിരിഞ്ഞു പോയത് അല്ലേ? അത് തെറ്റി. അള്ളാഹു അക്ബർ അല്ല, മോസ്കിൽ കയറി ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് തെറ്റാണ്. നമുക്കൊരു സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മോസ്ക് എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് ആരാധന നടത്താനുള്ള സ്ഥലം തന്നെയാണ്. അവിടെ പോയിട്ട് യേശുദേവൻ സിന്ദാബാദ് എന്നോ ജയ് ശ്രീറാം എന്നോ വിളിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്, അനുവദിക്കാൻ പാടില്ലാത്തതാണ്, സാമൂഹ്യ വിരുദ്ധ നടപടി തന്നെയാണ്. എന്നിരുന്നാലും കോടതി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പറയുന്നത്. ഇനി ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ കർണാടക ഐത്തൂരിലുള്ള ബദ്രിയ ജുമാ മസ്ജിദിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ചില ആളുകൾ അവിടെ വന്നിട്ട് പള്ളിയുടെ വളപ്പിൽ മോസ്കിൻ്റെ വളപ്പിൽ കയറിയിട്ട് ജയ് ശ്രീറാം വിളിച്ചു എന്നാണ് കേസ്. പള്ളി കമ്മിറ്റി കേസ് കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു ഇതിലൊന്നും കാര്യമില്ല. അപ്പം CCTV ഫുട്ടേജ് ഹാജരാക്കി. അപ്പോൾ രണ്ടുപേരും അതിൽ നടന്നു പോകുന്നത് കണ്ടു. ഈ രണ്ടുപേര് വിളിക്കുന്നതായിട്ട് എന്തില്ല? CCTV ഫുട്ടേജിലില്ല. ഈ രണ്ടുപേര് ആണോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ടുപേരാണെന്നോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഹൈക്കോടതി ആ കേസ് തള്ളിയത്. അതിനെതിരെയാണ് ഇവർ വീണ്ടും സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി നോക്കിയപ്പോൾ ഏതോ രണ്ടുപേരെല്ലാം നടന്നു പോകുന്നത് കാണാം. അവർ ജയ് ശ്രീറാം എന്ന് വിളിച്ചോ എന്ന് വ്യക്തമല്ല, അത് കേൾക്കാൻ വയ്യ. ഇനി വേറെ ആരെങ്കിലുമാണ് വിളിച്ചെങ്കിൽ അത് ഇവരാണെന്ന് തെളിയിക്കാനും ഈ CCTV ഫുട്ടേജ് കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ രണ്ടുപേരും അതിന് നടന്നുപോയി. അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റി ഇവൻ അവിടെ കയറി ജയ് ശ്രീറാം വിളിച്ചെന്ന് കേസ് കൊടുത്തതാണോ എന്നൊരു ആശങ്ക കർണാടക ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് തോന്നുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു എന്തായാലും ജയ് ശ്രീറാം വിളിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി കർണാടക സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് കേസ് മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പറയാം, നമ്മുടെ രാജ്യത്ത് എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മറ്റൊരുത്തരുടെ നെഞ്ചത്ത് കയറിയിട്ടാവരുത്. അതുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും പോക്രിത്തരം കാണിച്ച പോക്രിത്തരം എന്ന് പറയണം. അവർക്ക് ജയ് ശ്രീറാം വിളിക്കാൻ നിങ്ങളുടെ തെരുവുണ്ട്, നിങ്ങളുടെ ക്ഷേത്രങ്ങളുണ്ട്. എന്തിനും പള്ളി വളപ്പിൽ കയറി മോസ്കിൻ്റെ വളപ്പിൽ കയറി നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കേണ്ട സ്ഥലമല്ല അതെന്ന് ഇത്തരം ആളുകൾ ആലോചിക്കണം. ഇതാണ് രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ആവേശമല്ല, ഭക്തിയല്ല, ഒന്നുമല്ല, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്.